ഒച്ച കേട്ടപ്പോഴേ ഓടി ഇറങ്ങി വന്ന്. നമുക്ക് സുഖമില്ലാതെ ഞാൻ വീട്ടിൽ ഓടാൻ പറ്റില്ലല്ലോ. വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയല്ലേ ഇത് മൊത്തം ഇങ്ങ് പോകുന്ന കിടക്കുമല്ലോ മല പോലെ, ഒന്നും കാണാൻ മേലായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും വീടിൻ്റെ അകത്തായെന്നും പറഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കാനായിട്ട് ഭയപ്പോഴത്തും അവരിവിടെയൊക്കെ ആയിട്ട് വിളിച്ചു വരുത്തി. വഴി വെട്ടി വേണം വണ്ടി ഇവിടെ കയറി വരാൻ. അങ്ങനെ വണ്ടി വെട്ടി കിറ്റാച്ചി കൊണ്ട് വന്ന് വഴി വെട്ടിയാണ് അവരെ വലിച്ചെടുത്തത്. രാത്രി 2 മണി കഴിഞ്ഞു അവരെടുക്കുമ്പോൾ. തീർച്ചയായും ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അത് ശ്രമകരമായിരുന്നു എന്നുള്ളതാണ്. രാത്രി ഏതാണ്ട് 9:30 കൂടിയാണ് ഈ ദുരന്തം നടക്കുന്നത്. 10:30 ആകുമ്പോഴേക്കും ഇവിടെ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് അടിമാലിയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തുന്നു, പോലീസ് സംഘങ്ങൾ എത്തുന്നു. ആദ്യഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ ഇവിടേക്ക് ക്രെയിനും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കി വഴിയൊരുക്കി JCB എത്തിച്ച് കോൺക്രീറ്റ് പാളികൾ തകർത്ത് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 2 പേരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഉള്ളിൽ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സന്ധ്യയെയും ബിജുവിനും ഭക്ഷണവും വെള്ളവും മറ്റു കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളടക്കം നടത്തുന്നു. അപ്പോഴേക്കും ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും ഇടുക്കി MP ഡീൻ കുര്യാക്കോസും അടക്കം ഇവിടെ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് കോർഡിനേഷൻ നൽകുന്നു. തൊട്ടടുത്തുള്ള മണിക്കൂറുകളിൽ തന്നെ NDRF സംഘം ഇവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അതിസങ്കീർണമായിരുന്നു. ഈ കാണുന്ന കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ പറയുന്ന ബിജുവും സന്ധ്യയും ഉണ്ടായിരുന്നത്. 2 പേരും കാലുകൾ തമ്മിൽ പിണഞ്ഞ് കെട്ടുകൂടി കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 22 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചെങ്കിലും ബിജുവിൻ്റെ കുടുംബം മാത്രം മാറി താമസിച്ചിരുന്നില്ല. തൊട്ടടുത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു അവരുണ്ടായിരുന്നത്. രാത്രി ഭക്ഷണം കഴിക്കാനോ സർട്ടിഫിക്കറ്റ് എടുക്കാനോ മറ്റോ ആയി അസാധാരണമായി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വിശ്രമിക്കുന്ന സമയത്താണ് മണ്ണിടിച്ചിലുണ്ടാകുന്നതും വീട് അപ്പാടെ ഇടിഞ്ഞ് ഇരുവർക്ക് മുകളിലേക്കും വന്ന് ഇരിക്കുന്നതും. അതിനുള്ളിലേക്ക് ഈ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ 2 പേരും പെട്ടുപോകുകയായിരുന്നു. ദീർഘനേരത്തെ ശ്രമത്തിനൊടുവിൽ ഏതാണ്ട് 3 മണിയോടുകൂടി ആദ്യഘട്ടം എന്ന നിലയിൽ സന്ധ്യയെ പുറത്തെടുക്കാനായി എന്നുള്ളത് വലിയ ആശ്വാസം സൃഷ്ടിച്ചു. പിന്നീടും മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിൽ ഏതാണ്ട് 5:30 കൂടിയാണ് ബിജുവിനെ പുറത്തെത്തിക്കുന്നത്. ബിജു അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. സന്ധ്യയ്ക്ക് കാലിന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ രാജഗിരി ആശുപത്രിയിലേക്ക് അവരെ ഈ ഘട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്ക് ഏത് നിലയിലുള്ളതാണ് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളടക്കം ഇനിയും പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതേസമയം നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് മരണപ്പെട്ട ബിജുവിൻ്റെ മൃതദേഹമുള്ളത്. സംസ്കാര നടപടികളടക്കം കടക്കും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ബിജുവിൻ്റെ ബന്ധുക്കളടക്കം താമസിക്കുന്നത്. കോട്ടയത്ത് പഠിക്കുന്ന ഒരു മകൾ ഉണ്ട് ബിജുവിന്. മകൾ എത്തിയാൽ ഉടനെ തന്നെ സംസ്കാരത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിനു മുമ്പായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് ദുരന്തത്തെ കടന്നുപോയ മനുഷ്യരുടെ ജീവിതം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ പക്ഷേ ഈ ദുരന്തം ബാധിച്ച മനുഷ്യരുണ്ട്. ഇവിടെ 22ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണ് ഇവിടെയുള്ള 8 മുറി ലക്ഷം വീട് കോളനി. അതിൽ ഏതാണ്ട് 10ഓളം വീടുകൾ തകർന്നിട്ടുണ്ട്. 3 വീടുകൾ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എത്രത്തോളം ഭീതിതമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തമെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഏതാണ്ട് 10 അടിക്ക് മുകളിൽ വലിയ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീഴുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കീഴ്ഭാഗത്തുണ്ടായിരുന്ന ഒരു നിര വീടുകൾ തന്നെ ഈ മണ്ണിനടിയിലായി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണിത്.